ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല. നമ്മുടെ 10 വർഷക്കാലമായി ആർദ്രം മിഷൻ വിഭാവനം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദാഹരണമാണ് ഇത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, രാജ്യത്തെ ആദ്യത്തേതും ലോകത്ത് 3ാമത്തേതുമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇന്നലെയുടെ തലേന്ന് RCCയിൽ 14 നിലകളുള്ള പുതിയ കെട്ടിടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ 500 IP സ്ട്രെങ്തെങ്കിൽ ഇന്ന് RCCയിൽ 1000 അതിന് തൊട്ടു മുൻപ് കൊച്ചിൻ ക്യാൻസർ സെൻ്ററിൽ ബഹുനിലകളുള്ള കെട്ടിടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഞാൻ വരുന്നത് രാത്രി എൻ്റെ മണ്ഡലത്തിൽ കോഴഞ്ചേരി എന്നുള്ള സ്ഥലത്ത് 30 കോടി രൂപയുടെ ഒരു ജില്ലാശുപത്രി ഉദ്ഘാടനം. ഓരോ ദിവസവും ഇനി ഞാൻ പോകുന്നത് പെരിങ്ങോത്തിലേക്കാണ്. നമ്മുടെ കിഴക്കൻ മേഖലയിലെ ആളുകൾക്ക് ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ പുതിയ കാലത്തിൻ്റെ കെട്ടിടവും സൗകര്യങ്ങളും സാധ്യമാക്കി ഡയാലിസിസ് യൂണിറ്റ് ഉൾപ്പെടെ അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മാസം മാത്രം നോക്കിയാൽ, അപ്പോൾ ഇതിനു മുൻപ് ഉദ്ഘാടനം ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇഷ്ടംപോലെ ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഒരു മാസത്തെ മാത്രം നമ്മൾ നോക്കിയാൽ 2780 കോടി രൂപയുടെ പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഈ ഒരു മാസം നടന്നു കഴിഞ്ഞു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനാണ് നടത്തുന്നത്? ഇതൊരു വിഷൻ്റെ അടിസ്ഥാനം. നമ്മൾ അടിസ്ഥാന സൗകര്യം ഒരുക്കുക, പുതിയ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുക, നൂതന ചികിത്സാ സംവിധാനങ്ങൾ കൊണ്ടുവരിക, അതോടൊപ്പം ഗവേഷണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആയുർവേദവുമായിട്ടും അതോടൊപ്പം ഏത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ടും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ 10,000 കോടി രൂപയുടെ വികസനം ആർക്കു വേണ്ടി? ഈ നാട്ടിലെ സാധാരണക്കാരായ രോഗത്തിൻ്റെ മുന്നിൽ നിസ്സഹായരായി പോയേക്കാവുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ആർക്കു വേണ്ടിയിട്ട് റോബോട്ടിക് സർജറിയും, ആർക്കു വേണ്ടിയിട്ട് നൂതന ചികിത്സാ സംവിധാനങ്ങളും. ഇപ്പോൾ എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്തലാബുണ്ട്. 10 വർഷം മുൻപ് 12 ആശുപത്രികളിൽ ഡയാലിസിസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 125 ആശുപത്രികളിൽ ഡയാലിസിസ് ഉണ്ട്. ആർക്കു വേണ്ടി ചെയ്യുന്നു? അത് നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. 1600 കോടി രൂപ ഒരു വർഷം ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവേഷണത്തിൽ ഞാൻ MCCയുടെയും കൂടെ കാര്യം പറഞ്ഞിട്ട് നിർത്തിക്കൊള്ളാം. പക്ഷേ ഞാൻ ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഉദ്ഘാടനത്തിൻ്റെ നിറം കെടുത്താൻ ചിലർ കുറേ ശ്രമം, ഇന്നലെയോ അതിൻ്റെ തലേന്നോ ഒക്കെ ശ്രമം തുടങ്ങി. ഞാനപ്പോൾ ചോദിച്ചു അതെങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങോട്ട് വരുന്ന വഴിയിൽ 2 സൈഡിലും മാലിന്യം കൊണ്ടിടുകയാണ്. എന്തൊരു മനസ്സാണെന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു മനസ്സാണ്. അപ്പം ഞാൻ ചോദിച്ചു അതെന്തിനാണ്? അപ്പോൾ 2 സൈഡിലും മാലിന്യം കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ്. എന്നിട്ട് ഇന്നലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നമ്മുടെ പഞ്ചായത്ത് അധികൃതരൊക്കെ അത് അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ആ മനസ്സുകളുടെ വൈകൃതം എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആ മനസ്സുകളുടെ വൈകൃതം എന്താണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ താറടിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിൻ്റെ കൂടുതൽ കണക്കുകളിലേക്ക് പോകുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചിലയിടത്ത് കരിങ്കൊടി കാണിച്ച് എന്തിനാണത്? ആ കരിങ്കൊടി നമ്മുടെ ഈ സ്ഥാപനം ഉൾപ്പെടെ, അതുപോലെ കണ്ണൂരിലെ ജില്ലാശുപത്രിയിലെ പുതിയ കിഫ്ബി ബ്ലോക്ക് സാധ്യമാക്കിയതാണെങ്കിൽ അതിനാണെങ്കിൽ, അവിടെ കാത്തലാബ് സാധ്യമാക്കിയതിനാണെങ്കിൽ, പെരിങ്ങോമിൽ ആ മലയോര മേഖലയിലെ കർഷകർക്ക് വേണ്ടി അവിടെ ഒരു കെട്ടിടം വെറും കെട്ടിടമല്ല കേട്ടോ, 1-ാം കെട്ടിടം സാധ്യമാക്കിയതിനാണെങ്കിൽ, പയ്യന്നൂരിലും കൂത്തുപറമ്പിലും മട്ടന്നൂരും ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും, ഇരിട്ടിയിലും പേരാമ്പ്രയിലും പേരാവൂരും ഉൾപ്പെടെ ഉള്ള ഇടങ്ങളിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകാറായിരുന്ന കെട്ടിടങ്ങൾക്ക് പകരം ആധുനിക സൗകര്യങ്ങൾ ഉപകരണങ്ങളോട് കൂടി സാധ്യമാക്കിയതാണെങ്കിൽ, തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്ററിൽ റോബോട്ടിക് സർജറി ഉണ്ട്. എന്താണ് പ്രസക്തി? പുറത്ത് 8 ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ റോബോട്ടിക് സർജറിക്കാകുമെങ്കിൽ നമ്മുടെ MCCയിലും RCCയിലും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. എന്താണ് റോബോട്ടിക് സർജറിയുടെ പ്രസക്തി? പ്രിസിഷനാണ്. സൂക്ഷ്മമായിട്ട് ഏറ്റവും കറക്റ്റായിട്ട് പ്രിസൈസായിട്ട് സർജറി ചെയ്തു കൊടുക്കും. മലബാർ ക്യാൻസർ സെൻ്ററിന് കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്ത് വെച്ചൊരു അവാർഡ് കിട്ടി. രാജ്യത്തെ 10 കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തു. നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ 10 സ്ഥാപനങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളത്തിൻ്റെ കണ്ണൂരിലെ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്ററാണ്. അവിടെ പുതിയ ബ്ലോക്ക് എത്രയോ 250 പുതിയ ബെഡുകൾ ആഡ് ചെയ്തതിനാണെങ്കിൽ
ഈ ആരോഗ്യ മേഖലയിൽ വന്ന ഈ മാറ്റങ്ങൾക്കാണ് ആ കരിങ്കൊടിയെങ്കിൽ അത് പൂമാലയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് എൻ്റെ കണ്ണൂരിലെ ഉൾപ്പെടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അതിനാണെങ്കിൽ അത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയ വിഷനാണ് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കല്ലിട്ടിട്ട് പോവല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ കല്ലുകൾക്ക് മേൽ കല്ലുകൾ പണിതുകൊണ്ട് സൂക്ഷ്മതയോടെ നമ്മൾ ഒരു സ്ഥാപനത്തെ ഈ കാലത്തിന് വേണ്ടിയിട്ടല്ല, ഒരുപാട് കാലങ്ങൾക്ക് വേണ്ടി, അവിടെയാണ് നമ്മളിവിടെ സ്ലൈഡിൽ കണ്ടില്ലേ, ഈ സ്ഥാപനം ബ്രിഡ്ജ് ചെയ്യുന്നത് ക്ലാസിക്കൽ നോളജിനെയും പുതിയ മോഡേൺ സയൻസിനെയുമാണ്. എന്ത് മനോഹരമാണത്! പരമ്പരാഗത ജ്ഞാനത്തെയും അതോടൊപ്പം ആധുനിക ശാസ്ത്രത്തെയും ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ മുറ്റത്തിരിക്കാനുള്ള, അല്ലെങ്കിൽ മുറ്റത്താകാണ് നമ്മളെല്ലാവരും ഉള്ളത് എന്നുള്ള അഭിമാനകരം, അതിൻ്റെ ഭാഗമാകാണ് നമ്മൾ. അത് തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഈ സാക്ഷാത്കാരത്തിൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നു ചേർന്ന എല്ലാവരോടും ഹൃദയാഭിവാദ്യം അറിയിച്ചുകൊണ്ട് ടീമിനും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.